വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നമ്മുടെ നാട് ഒരുങ്ങുകയാണ്. തുറന്ന രാഷ്ട്രീയ സംവാദങ്ങളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാടിന്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെട്ടം ടെലിവിഷൻ അരങ്ങൊരുക്കുകയാണ്. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി ജനാധിപത്യം നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യമായി പുറത്തൂർ പഞ്ചായത്താണ്. പുറത്തൂർ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് CM പുരുഷോത്തമൻ മാസ്റ്റർ, അദ്ദേഹം നിലവിൽ പുറത്തൂർ പഞ്ചായത്ത് അംഗം കൂടിയാണ്. LDF-നെ പ്രതിനിധീകരിച്ച് ശ്രീ KT പ്രശാന്ത്, അദ്ദേഹം പുറത്തൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നമ്മൾ NDA പ്രതിനിധികളെ കൂടി ക്ഷണിച്ചിരുന്നു, അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സംവാദം ആരംഭിക്കുന്നത് 3 സെഗ്മെന്റുകളായിട്ടാണ്. ഒന്ന്, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ നാടിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളെ കുറിച്ചാണ്. മൂന്നാമതായി നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സംവാദ ചർച്ചകളാണ് മൂന്നാമത്തെ സെഗ്മെന്റ്. ആദ്യമായി നമ്മുടെ ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് ശ്രീ KT പ്രശാന്ത് ആണ്. ശ്രീ പ്രശാന്ത്, നിലവിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയ കാലാവസ്ഥകൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും വിലയിരുത്തുന്നതാണ്, ഓരോ നാട്ടുകാരും വിലയിരുത്തുന്നതാണ്. താങ്കൾക്ക് താങ്കളുടെ പ്രസ്ഥാനത്തിന് എന്താണ് പ്രതിപാദിക്കാനുള്ളത്? 5 മിനിറ്റ് കൊണ്ട് താങ്കൾ ആ വിഷയം, താങ്കളുടെ നിലപാട് ഒന്ന് വിശദീകരിക്കണം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, അഖണ്ഡത ഒക്കെ വളരെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ മതനിരപേക്ഷ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വളരെ അപകടകരമാവുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദേശീയ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. അതോടൊപ്പം തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി കൊണ്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനവസരത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ആശങ്ക മതന്യൂനപക്ഷത്തിൻ്റെ ഇടയ്ക്ക്, മറ്റുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ഇടയ്ക്ക് നല്ല രീതിയിലേക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെ കോടതികളിൽ നിയമപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് നമ്മുടെ നിയമസഭ തന്നെ പ്രത്യേക പ്രമേയമൊക്കെ പാസ്സാക്കി ഐക്യകണ്ഠ്യേന, അത് ഭരണ പ്രതിപക്ഷം എന്നുള്ള എല്ലാ വ്യത്യാസമില്ലാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നമ്മൾ വ്യത്യസ്ത ആശയത്തിൻ്റെ പേരിൽ ഇവിടെ പോരടിപ്പിക്കുമ്പോഴും ഇന്ത്യ എന്നുള്ള സങ്കല്പം നിലനിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര പാർലമെൻറ്റിനകത്ത് പാസ്സാക്കിയത്. ആ ലേബർ കോഡിനകത്ത് കൊണ്ട് നമ്മൾ പറയുന്ന ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാസ്സാക്കിയ ഒട്ടേറെ തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിൽ നിയമങ്ങളെല്ലാം കൂട്ടി ചവിട്ടി ഒരു ആക്രി കച്ചവടക്കാരൻ്റെ ലാഘവത്തോടു കൂടി ഒരു തകരപാത്രം ചവിട്ടി കൂട്ടി അവനക്ക് കൊണ്ടുപോകാൻ പാകത്തിനാക്കുന്ന രീതിയിലേക്ക് ആ നിയമങ്ങളൊക്കെ പാടെ 4 ലേബർ കോഡുകളായി പ്രഖ്യാപിക്കുകയാണ്. ഇത് വളരെ വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൊഴിലാളികളാകെ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് പോവുക. ഈ തൊഴിലാളികളെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിനും അതിൻ്റെ വർഗീയ അജണ്ട കൈകാര്യം ചെയ്യുന്ന RSSന് കൃത്യമായിട്ട് അറിയാം. അതാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംഘടിതമായി നമ്മൾ ചേർത്ത് തോൽപ്പിക്കേണ്ടത്. ഇപ്പം എല്ലാ പ്രാവശ്യവും തൊഴിലാളികളുടെ മെയ് 1 അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തൊഴിലാളികളുടെ ഒരു വേദിയായി പ്ലാറ്റ്ഫോമായി മാറുക. ദൗർഭാഗ്യമായിട്ട് പറയാനുള്ള ഇപ്പം ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലേബർ കോൺഗ്രസ് അല്ലെങ്കിൽ ലേബർ കൗൺസിൽ ചേർന്ന് തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള വേദിയെ പോലും അത് വിളിച്ചു ചേർക്കാതെ വളരെ ഉദാസീനതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അല്ല, അത് അവരുടെ കൃത്യമായ അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെ ശക്തമായി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി സംഘടനകളാകെ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഇതിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. നിലനിൽപ്പാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ്. പ്രശാന്ത് ഇടപെടുകയാണ്. നമ്മുടെ സമയം, നമ്മുടെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന രാഷ്ട്രീയം കൂടി. താങ്കളുടെ മുന്നണിയാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ നിലപാടുകൾ കൂടി പെട്ടെന്ന് വിശദീകരിക്കണം. സംസ്ഥാനത്തിലേക്ക് വന്നാൽ ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്കൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. അതിൻ്റെ പ്രയോക്താക്കൾ തന്നെ പിന്നീട് അത് അതിൻ്റെ ആത്മകഥയിൽ ഇൻസൈഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു പാഴായിപ്പോയ പരീക്ഷണമായിരുന്നു എന്നുള്ളത്. അത് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുക. ആ ആഗോളവൽക്കരണ നയങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദൽ നയങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, മറ്റുള്ള എല്ലാ മേഖലയ്ക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാറ്റങ്ങളെ ഒരു വലിയ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 1957 ചരിത്രത്തിൽ ആദ്യമായി EMSന്റെ മന്ത്രിസഭ വന്നപ്പോൾ വളരെ സുവ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂപരിഷ്കരണമായാലും സംവരണമായാലും സാമൂഹ്യനീതി ഉറപ്പാക്കിയുള്ള പരിപാടികളായാലും പെൻഷനുകളായാലും പൊതുവിതരണ സംവിധാനങ്ങളായാലും ഒക്കെ അത് സാക്ഷരത, അധികാര വികേന്ദ്രീകരണം ഒക്കെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോഴും മാതൃകാപരമായിട്ടുള്ള ചില സിഗ്നേച്ചറുകൾ നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചിട്ടാണ് ആ ഭരണം കാലാവധി പൂർത്തീകരിക്കുന്നത് നമുക്കറിയാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആക്ഷേപിച്ചിരുന്നത് പെൻഷൻ സർക്കാർ നിലയ്ക്കാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അരികുവൽക്കരിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അതേപോലെ തന്നെ നമ്മുടെ പൊതുവികസനവും ഒക്കെ ആയ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളാണ് രാജ്യത്താകെ നമ്മുടെ സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ സാമ്പത്തിക ഉപരോധം അതൊന്നും ആരും ഒരു പ്രതിഷേധത്തിന് പോലും പറയുന്നില്ല. സാമ്പത്തിക 1,70,00,000 രൂപയാണ് സംസ്ഥാനത്തിന് വിവിധ ഘടകങ്ങളിലൂടെ നമുക്ക് കിട്ടാനുള്ളത്. ആ സമയത്താണ് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വളരെ സക്രിയമായി ക്രിയാത്മകമായി പിരിച്ചെടുത്തുകൊണ്ട് ഒരു ആധുനിക സർക്കാർ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലേക്ക് വളരെ നല്ല രീതിയിലേക്കുള്ള മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കൃത്യമാണ്. നമ്മുടെ സമയ ക്രമീകരണം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഒരു ബദൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രശാന്ത് തന്റെ സംഘടനയുടെ തന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാടായി വിശദീകരിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ പുരുഷോത്തമ മാഷാണ്, UDFന്റെ പ്രതിനിധി. മാഷ് സമയം ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് കുറെ സെഗ്മെന്റുകൾ ചർച്ച ചെയ്യാനുള്ളതാണ്. എന്തായാലും മാഷ് വിശദീകരിക്കും. പ്രിയമുള്ളവർ, ആദ്യം ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയം വളരെ ഒരു ഭയാനകമായ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2014 മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണെന്ന് എഴുതി വച്ചിരുന്നു. അതിൽ മതേതര മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന്
ഭരണഘടനയിൽ എഴുതി ചേർത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ കാലത്തുണ്ടായത്. നമ്മുടെ രാജ്യത്ത് പല സ്വകാര്യ സ്ഥാപനങ്ങളും ദേശവൽക്കരിച്ചുകൊണ്ട് പൊതു സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഇടപെടലുകൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറിച്ച് ഇപ്പോൾ അന്നത്തെ ഗവൺമെൻറ്, ജവഹർലാൽ നെഹ്റു മുതലുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ, നവരത്ന കമ്പനികൾ ഉൾപ്പെടെയുള്ളതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊണ്ടുപോവുകയാണ്. നമ്മുടെ എയർ ഇന്ത്യ ടാറ്റയുടെ അഭിമാന പദ്ധതിയായിരുന്നു. ആ എയർ ഇന്ത്യ ദേശവൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പോൾ ആ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയപ്പോൾ വാശി പിടിച്ച് ഇന്ദിരാഗാന്ധി കൈക്കലാക്കിയ എയർ ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ടാറ്റയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. അദാനിയെയും അംബാനിയെയും സംരക്ഷിക്കുന്ന ഒരു സാമ്പത്തിക നയവുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ജീവിതം വളരെ ദുസ്സഹമായ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളാണ് ഇന്ന് ഭരണത്തിലുള്ളത് എന്നതുകൊണ്ട് വർഗീയ കലാപങ്ങൾക്ക് ഒരു ശമനമുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വളരെ പ്ലാൻ ചെയ്തുള്ള നടപടികളുമായി ഗവൺമെൻറ് അവരുടെ സംഘടന മുന്നോട്ട് പോകുന്നു. അതിന് ഗവൺമെൻറ് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് സർക്കാരിൻ്റേതായിരുന്നു. അത് മാറി ഇപ്പോൾ സ്വകാര്യ മേഖലയായിരിക്കും. നമ്മുടെ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ ശൃംഖലയാണ്. അതുപോലും സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ദേശീയ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. അതിനൊക്കെ എതിരായി ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ എന്ന മുന്നണിക്ക് രൂപം കൊടുത്തത്. ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ കേരള ഘടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള ദേശീയവും മറ്റ് സംസ്ഥാന ഘടകങ്ങളും ഒക്കെ ആയാൽ ഒരു നേതൃത്വത്തിലിരിക്കുന്ന കേരള ഘടകം അതിനോട് കൃത്യമായി യോജിച്ചു പോകുന്നില്ല. വോട്ട് ചോരിയായാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയായാലും അതിനോട് സഹകരിക്കാത്ത ഒരു ഘടകം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറിച്ച് കാശ്മീരിൽ ഇത് അവസാനിക്കുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വർഗീയ ശക്തികളെ നമ്മുടെ രാജ്യത്തിൽ നിന്ന്, ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്തേക്ക് കടക്കുകയാണെങ്കിൽ 2 ഫിഗേഴ്സാണ് ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ളത്. ഒന്ന് മോദി, എല്ലാം മോദിയാണ്. കേരളത്തിൽ അതുപോലെ തന്നെ എല്ലാം പിണറായിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹമാണ്, തീരുമാനം നടപ്പാക്കുന്നത് അദ്ദേഹമാണ്, തീരുമാനം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹമാണ്. സാധാരണ ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ അന്ന് അതിൻ്റെ സമ്മറി പത്രക്കാരെ വിളിച്ചറിയിക്കാറുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങനെ സമ്മറി പത്രക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ശീലം തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. ഒരുപാട് നിഗൂഢമായ ലക്ഷ്യങ്ങളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുകയാണ്. കാരുണ്യ ബലവന്ത സ്കീം, അതുപോലെ ചെവി കേൾക്കാത്തവർക്കുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ ആശ്രയ പദ്ധതി, അതുപോലെ ആശ്വാസകിരൺ പദ്ധതി, രോഗികൾക്ക് കൂട്ടിരിപ്പുള്ളവർക്ക് സഹായം കൊടുത്തിരുന്നു. അവർക്ക് തൊഴിലെടുക്കാൻ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് ഒരു 1000 രൂപ നിശ്ചിതമായി കൊടുത്തിരുന്നു. 2018 ശേഷം അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം, ഞാനൊരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. LP സ്കൂളിലും UP സ്കൂളിലും സ്കോളർഷിപ്പ് പരീക്ഷ നടത്താറുണ്ട്. LP സ്കൂളിൽ LSSും UPയിൽ USSും സ്കോളർഷിപ്പ് പരീക്ഷ നടത്താറുണ്ട്. ആ പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് LPക്ക് 1000ഉം UPക്ക് 1500 രൂപയും ഗവൺമെൻറ് കൊടുക്കുന്നത് കുറച്ച് കാലങ്ങളായി കൊടുക്കുന്നില്ല. അവരുടെ കാര്യത്തിൽ അത് വളരെ നിരാശാജനകമായ ഒരു തീരുമാനമാണ് എന്ന് പറയും. വളരെ നിസ്സാരമായ ഒരു പ്രശ്നം. ഒന്നുകിൽ അത് തദ്ദേശ ഗവൺമെൻറ്റുകളോട് കൊടുക്കാൻ പറയണം, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കാൻ പറയണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ ആ രീതിയിൽ പോകണം. പിന്നെ
നമ്മുടെ തദ്ദേശ ഗവൺമെൻറ്റുകൾക്കുള്ള ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇതിനു മുമ്പൊക്കെ കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വർഷാവർഷം 10% പദ്ധതി വീതം വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇത് വെട്ടിക്കുറയ്ക്കുകയാണ്. സ്പിൽ ഓവർ എന്ന് പറയുന്നതിന് പുതിയ പദ്ധതിയിലെ പണമാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ ആ വർഷം പൂർത്തീകരിക്കാൻ കഴിയാത്ത പദ്ധതികൾക്ക് അടുത്ത വർഷവും ആ പദ്ധതി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ ഫണ്ട് തന്നെ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നില്ല. പുതിയ വർഷത്തെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും മാഷ് വ്യക്തമാണ് മാഷയുടെ നിലപാടുകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടുപേർക്കും സമാനമായ ആകുലതകളാണുള്ളത്. നമ്മുടെ NDA പ്രതിനിധി എത്താത്തത് കൊണ്ട് അവരുടെ വിരുദ്ധമായ അഭിപ്രായങ്ങളെ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ കൃത്യമായ നിലപാട് UDF-ന്റെ പ്രതിനിധി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നേരത്തെ പ്രശാന്ത് ഉന്നയിച്ച നിലപാടുകൾക്ക് നേർ വിപരീതമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളാണ് കേൾക്കേണ്ടത്. ആദ്യമായി ഈ ശ്രീ KT പ്രസാദിനോട് രണ്ടുപേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ശ്രീ KT പ്രസാദ് അതിനെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് ഉത്തരം പറയണം. പ്രിയപ്പെട്ട പ്രശാന്തിനോടാണ് എൻ്റെ ചോദ്യം. താങ്കളുടെ സംസാരത്തിൽ കേൾക്കുകയുണ്ടായി മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആ മതനിരപേക്ഷതയിൽ ചേർന്നുകൊണ്ടായിരുന്നോ? പിന്നീട് അതിനെ സ്വന്തം മുന്നേറിയുള്ളവർ തന്നെ എതിർത്തപ്പോൾ അതിന് കത്ത് നൽകാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കത്തിടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി പറയണം. ചോദ്യം ക്ലിയർ ആണ്. PMC വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. PMC വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നണി കത്ത്, പുനഃപരിശോധനാ കത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് മുന്നണിയിൽ ഉറപ്പ് നൽകിയിരുന്നു. അത് പാലിച്ചിട്ടുണ്ടോ? PMC ഒപ്പിട്ടത് മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതാണോ? ഇവിടെ PMC മാത്രമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഫണ്ട്, കേന്ദ്രാവിഷ്കൃത ഫണ്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളൊക്കെ കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1,70,000 കോടി രൂപയാണ് വിവിധ മേഖലയിൽ നമുക്ക് കിട്ടാനുള്ളത്. ഇവിടെ അതുകൊണ്ട് ഇതിവിടെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ മതനിരപേക്ഷ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യതിചലനം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര മന്ത്രി തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അത് നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതായത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെ തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തിന് നേരിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നതിനടക്കം കേന്ദ്രത്തിന്റെ ഒരു കൈകടത്തൽ വരികയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയേണ്ടത് ഈ സംസ്ഥാന വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൈ കടത്തരുത് എന്നാണ് കൃത്യമായി പറയേണ്ടത്. അത് പറയാതെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വെക്കുമ്പോൾ അത് മാന്തോടുത്ത് ചൊറിയുന്നത് ഒരു സുഖമാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറയരുത്. ഒരു വിഷയം കൂടി, ഇവര് മുന്നണിയിൽ കത്ത് കൊടുക്കാമെന്ന് മുന്നണി തീരുമാനം. ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാനുള്ള കാലഘട്ടം വളരെ ചെറിയ കാലഘട്ടമാണ്. ആ കാലഘട്ടം അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, മതനിരപേക്ഷ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. 1,400 കോടി രൂപ അങ്ങനെ കിട്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നത് എന്തിനു വേണ്ടെന്ന് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ പുരോഗതി ഉറപ്പാക്കാൻ വേണ്ടി കഴിയും. അത് എവിടെയെങ്കിലും സറണ്ടർ ചെയ്തിട്ടല്ല, കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രി തന്നെ ഇതുമായി കത്ത് കൊടുത്തോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് വളരെ വ്യക്തമാണ്. ഈ രീതിയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവർ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നികത്തുക എന്നുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രശാന്തിനോട് ചോദ്യം. ഇതിൽ തന്നെ ഒരു വ്യക്തതയില്ല. PM-ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് RSSന്റെ അജണ്ട കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് ആര് എന്ന് ചോദിച്ചാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് കുട്ടികൾ പറഞ്ഞിരുന്നത്. അത് ഇവിടെ ഗവാസ്കർ, ഗോൾവാർക്കർ അങ്ങനെയുള്ള ആളുകളുടെ തരത്തിലേക്ക് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ്.
ആ സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് 1400 കോടി കിട്ടിയാൽ എന്തു ചെയ്യുമെന്നാണ് ഇതിൻ്റെ ചോദ്യം. 1400 കോടി കിട്ടും, അത് എന്തിനു തടയുന്നതാണ്? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പൗരത്വ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ അനുകൂലിക്കണം. 10 റുപ്യക്ക് വേണ്ടി നമ്മുടെ ഒറ്റിക്കൊടുക്കുന്ന സംവിധാനം ചേർന്നതല്ല. മതേതരത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് മതേതരത്വത്തെക്കുറിച്ച് പറയാനുള്ള ഒരു അർഹതയുമില്ല. കാരണം അത്രമാത്രം മതേതര സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഇടപാടുകളാണ് ഈ PM ശ്രീ പദ്ധതി ആയാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള ഇടപാടുകളായാലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന, അതായത് മക്കളും മരുമക്കളും കുടുംബവും അടങ്ങുന്ന ഒരുപാട് അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അനുകൂലിക്കുന്നത്. വീണ്ടും ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ് ചർച്ച. അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പ്രശാന്തിന് പറയാൻ പെട്ടെന്ന്. പിന്നെ ജലീൽ സാഹിബ് പറഞ്ഞത് കുറച്ചുകൂടി പിന്നെ വിശദീകരണം വേണ്ട ഒരു ഇതാണ്. സമയം കുറവായതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ട് എന്നുള്ളതാണ്. സമയം തരികയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം, ഒരു പ്രശ്നവുമില്ല. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ 18 സംസ്ഥാനങ്ങളിൽ UDF അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുൻകൂട്ടി നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയൂ. നമ്മൾ എടുക്കുന്ന നിലപാട് എന്തെന്നുള്ളതേ പ്രശ്നം. അത് വളരെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളുകളെ, ക്യാമ്പസുകളെ വർഗീയവൽക്കരിക്കില്ല, അതിനൊരു നിലപാടും സ്വീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പറയാൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിയമസഭ ഐക്യകണ്ഠ്യം തീരുമാനിച്ചതല്ലേ അതിനെ എതിർക്കണം എന്നുള്ളത്. അവിടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പറ്റൂല എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനുണ്ട്, അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കുണ്ടെന്ന് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ പറയാം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിലപാട് വളരെ വ്യക്തമാണ്. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന്റെ അവകാശമാണ്. ആ അവകാശം നമ്മുടെ SSK ഫണ്ട് നമുക്ക് ലഭിക്കണ്ടേ? അത് നമ്മുടെ അവകാശമാണ്, ഔദാര്യമല്ല. അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടി പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ദുർബലപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ മാഷോട്, പുരുഷോത്തമ മാഷോടുള്ള ചോദ്യമാണ്. മാഷ ദേശീയ രാഷ്ട്രീയ, സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദീകരിച്ചു. അങ്ങനെ മാഷോടുള്ള ചോദ്യത്തിനുള്ള സമയമാണ്. കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് 5 ലക്ഷത്തിലധികം പേർക്ക് വീട് നൽകിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്നാണ്. ഒരുപാട് പേർക്ക് കയറി കിടക്കാൻ ഒരു പാർപ്പിടം നൽകിയ ഇത്രയും ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്തൊരു പദ്ധതി എന്തിൻ്റെ പേരിലാണ് അത് പിരിച്ചുവിടുമെന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? പക്ഷേ ലൈഫ് പദ്ധതിയെ കുറിച്ചിട്ടുള്ള UDF-ന്റെ നിലപാടാണ് വിശദീകരിക്കേണ്ടത്. ഇടതുപക്ഷം അതിന്റെ അഗ്രസീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നേട്ടമായി പ്രചരിപ്പിക്കുന്നതാണ് ഒന്ന് ലൈഫ് പദ്ധതി. അപ്പോൾ മാഷ് അതൊന്ന് വിശദീകരിക്കും. ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള വികേന്ദ്രീകൃത ജനാധിപത്യത്തിനെതിരായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഞാനത് പറയാൻ കാരണം, നേരത്തെ പഞ്ചായത്തുകളിലെ ഗ്രാമസഭകളാണ് ഇതിനർഹരായ ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത്. ഗ്രാമസഭാവാസികൾക്ക് ആ പ്രദേശത്തുള്ള വീടില്ലാത്ത ആളുകളെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അവർ പറയുന്ന ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ വീടുകൾ അനുവദിച്ചിരുന്നത്. ലൈഫിൽ ഗവൺമെൻറ് കുടുംബശ്രീ പോലെയുള്ള കൃത്യമായി കാഴ്ചപ്പാടില്ലാത്ത കുറേ ആളുകൾ, അവർക്ക് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അവരെ വെച്ചൊരു സർവേ നടത്തി ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ലൈഫിൽ വീടില്ലാത്ത ആളുകളുടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. വീട് തകർന്ന ആളുകൾക്ക് പോലും ചുമരുണ്ടെങ്കിൽ വീട് കിട്ടാത്തൊരു സാഹചര്യം ആ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്കുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് അത് പറഞ്ഞത് ഗ്രാമസഭയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അടിവരയിടുകയാണ്. വേണ്ടത്ര സർവേകളില്ലാതെ, ഗ്രാമസഭകളുടെ അനുമതിയില്ലാതെ ആണ് ഈ ലൈഫ് പദ്ധതികളിലേക്കുള്ള ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് മാഷയുടെ UDF-ന്റെ വിശദീകരണം. അതുകൊണ്ടാണ് UDF ലീഡർഷിപ്പ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അത്തരമൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ് UDF-ന്റെ പ്രതിനിധിയായിട്ടുള്ള പുരുഷോത്തമ മാസ്റ്റർ വിശദീകരിച്ചത്.
നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, വികസന മുരടിപ്പുകൾ ചർച്ച ചെയ്യുന്ന സെഗ്മെന്റാണ്. പുറത്തൂർ പഞ്ചായത്താണ്. നിലവിൽ 19 വാർഡുകളാണുള്ളത്. 10 വാർഡിൽ LDFും 9 വാർഡിൽ UDFുമാണ്. ഇനി 20 വാർഡുകളായി, ഒരു വാർഡ് വർദ്ധിച്ച് 20 വാർഡുകളാണ്. നിലവിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രശാന്ത്, നിലവിൽ അവിടുത്തെ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പ്രശാന്ത്, കഴിഞ്ഞ കുറഞ്ഞ 5 വർഷക്കാലത്ത് പുറത്തൂർ പഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മേന്മകൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പെട്ടെന്ന് വിശദീകരിക്കണം. പ്രിയമുള്ളവരെ, വളരെ കൗതുകത്തോടു കൂടി കേൾക്കുന്ന മാഷ് ഒരു ലൈഫുമായി ബന്ധപ്പെട്ട സങ്കടമുണ്ട്. മാഷും ഞാനും ഒക്കെ പാടെ ഒരു ഭരണസമിതിയിൽ ഇരിക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് മാഷക്ക് അറിയാം. 10-18 മാസം ഇത് ലൈഫ് പാർപ്പിട പദ്ധതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി. എല്ലാ അംഗനവാടികളിലും എല്ലാ പൊതുപ്രവർത്തകർക്കും അതിനുവേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഒരു സിനിമയിൽ പറഞ്ഞു, അത്തായ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതില്ലാന്ന് ഉറപ്പ് വരുത്തി വാതിലടയ്ക്കുന്ന ഒരു ഗൃഹനാഥന്റെ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു കരുതലോട് കൂടിയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതെന്ന്. ഇനി ആരെങ്കിലും വീട് കിട്ടാത്തതുണ്ടോ? 18 മാസമാണ് അതിനുള്ള രണ്ടാം ഘട്ടത്തിന് സമയം കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ 5 ലക്ഷത്തിൽ പല ആളുകളെ കണ്ടെത്തിയത്, സ്ക്രീൻ ചെയ്തത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേകമായി, പട്ടികജാതി മേഖലയിൽ പ്രത്യേകമായി അവരുടെ തയ്യാറാക്കിയ ലിസ്റ്റ് ലൈഫ് മിഷൻ ഡയറക്ടറേറ്റ് കൊടുത്ത് അത് വെരിഫൈ ചെയ്ത് ആ ലിസ്റ്റ് വീണ്ടും ഗ്രാമസഭ ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് കൊടുക്കാണ്. ഇതൊക്കെ ഈ പ്രോസസ്സൊക്കെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് ഞാൻ മാഷക്ക് എങ്ങനെ പറയാൻ പറ്റുക? പൊതുയോഗത്തിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു വേദിയിൽ ഇങ്ങനെ പറയുമ്പോൾ വളരെ സങ്കടകരമല്ലേ? നമുക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇഷ്ടം പോലെ ആളുകളെ കൊണ്ടേ കൊടുത്തു. നമ്മളെ വാർഡിൽ ലൈഫ് പദ്ധതിയാണോ പ്രശാന്ത്? ലൈഫ് പാർപ്പിട തന്നെയാണ് ഞങ്ങൾ ഹൈലൈറ്റ്. ഒന്ന്, 786 വീടുകൾ ഇതുവരെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ 586 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ലൈഫ് പാർപ്പിട പദ്ധതി കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ലൈഫാണോ? ഞങ്ങൾ ലൈഫ് പാർപ്പിട പദ്ധതിയിൽ PMAY പ്രധാനമന്ത്രി ഫോട്ടോ വെക്കണം എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ആൾക്കാരല്ല. അത് അവരെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുമെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കിയത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് പാർപ്പിട പദ്ധതി കിട്ടിയ വീടാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ കൂടെ വന്നാൽ എൻ്റെ വാർഡിൽ കൊടുത്ത 10-60 വീടുകൾ ഞാൻ എണ്ണി കാണിച്ചു കൊടുക്കുക, എഗ്രിമെന്റ് വെച്ച ആളുകളെ എണ്ണി കാണിച്ചു കൊടുക്കുക. അതിലെന്താ സംശയമുള്ളത്? അതൊരു കൂര ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വികസന പ്രശ്നം തന്നെ. അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. മറ്റൊന്നെന്താ? ബഡ്സ് സ്കൂൾ. കേരള സംസ്ഥാനത്തിന് മാതൃകയാകുന്ന ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. 8000 സ്ക്വയർ ഫീറ്റ് ആണ് ആ ബഡ്സ് സ്കൂളിന്റെ വിസ്തീർണം. എല്ലാ സൗകര്യവും, ഒരു കെട്ടിടം മാത്രമല്ല, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അത് കാണാൻ വേണ്ടി അവിടെ വരികയാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ്, ഒരു സംവിധാനം എന്നുള്ളത് കണക്കാണ് അതൊരു തുടർച്ച എന്നുള്ളതൊക്കെയാണ് അത് നടത്തിയത്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ സംവിധാനത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ആ മിഷൻ വെച്ചത് കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരോഗ്യ മേഖലയിൽ CHC, പുറത്തൂർ CHC നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളല്ല മിക്കവാറും. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തത് NP അത്രേ എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു. അത് നമ്മൾ CHC ആയി ഉയർത്തി അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി. മരുന്ന്, ഇന്നിപ്പം മരുന്ന് മംഗലം പഞ്ചായത്തിലെ 9 വാർഡിലത്തെ ആളുകളടക്കം മരുന്ന് അവിടുന്ന് വാങ്ങുന്നത് വേണ്ടാന്നല്ലേ പറഞ്ഞത്. ആ രീതിയിലേക്ക് എല്ലാ ആളുകൾക്കും മരുന്ന് കൊടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തു. ആരോഗ്യ രംഗത്ത് 5 സബ് സെന്ററുകളുണ്ട് നമുക്ക്. ആ 5 സബ് സെന്ററുകളെയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാക്കി ഉയർത്തിയിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാക്കി ഉയർത്തുക എന്ന് പറഞ്ഞാൽ 14ഓളം ടെസ്റ്റുകൾ അവിടെ ചെന്നാൽ ഫ്രീ ആയിട്ട് കിട്ടും. 64 ഐറ്റം ടെസ്റ്റുകൾ നമ്മുടെ CHSൽ ഫ്രീ ആയിട്ട് 58 ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ UHID കാർഡ്, അതായത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ ഇരുന്നിട്ടും ആ ഡോക്ടറെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഹെൽത്തിലേക്ക് നമ്മുടെ CHC മാറി. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സബ് സെന്ററുകളുടെ ശാക്തീകരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് 2 ടീമാണുള്ളത്. 16 ലക്ഷം രൂപയാണ് ഓരോ വർഷവും നമ്മൾ അതിന് വേണ്ടി പരിപാലനത്തിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ടൂറിസം മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവി വികസനം, ഇന്നത്തേതല്ല, ഭാവി വികസനം ടൂറിസം നിങ്ങൾക്ക് വിനോദിനെ അറിയത്. പുറത്തൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു വരുമാന സ്രോതസ് ഭാവിയിൽ എന്തായിരിക്കും? ടൂറിസം മേഖലയായിരിക്കും. ആ ടൂറിസം മേഖലയെ എയിം ചെയ്തുകൊണ്ട് RGSA പദ്ധതിയിൽ നമ്മൾ പദ്ധതി അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് തന്നെ 3 എണ്ണത്തിന് അതിൽ സെലക്ട് ചെയ്തതിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്താണ്.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്ക് ഒരു പ്രസന്റേഷൻ ഞാനും, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്ക് ഉമ്മർ ഒരു പ്രസന്റേഷൻ നടത്തി. ഞങ്ങളെ പ്രസന്റേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 3 വന്നത്. അത് ഞാൻ സൂചിപ്പിക്കുന്നത് ചെറിയ നേട്ടമല്ല, അത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു മാർഗമായി അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം. കുടിവെള്ളം തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ള കണക്ഷൻ ഉള്ള പഞ്ചായത്ത്, സ്വന്തമായി പരിപാലിക്കുന്ന പഞ്ചായത്ത്. ന്യൂനതകൾ ചിലപ്പോൾ ഉണ്ടാവും, പൈപ്പ് ലൈൻ പൊട്ടുന്നൊക്കെ, അത് അപ്പം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ സ്കൂളുകൾക്കും നല്ല ബിൽഡിങ്ങുകൾ, എല്ലാ സ്കൂളുകൾക്കും ഫർണിച്ചർ, എല്ലാ സ്കൂളുകൾക്കും ലൈബ്രറി, എല്ലാ സ്കൂളുകൾക്കും വാട്ടർ കിയോസ്ക്, ശുദ്ധമായ വെള്ളം ആ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ വാട്ടർ റിവേഴ്സ് ഓസ്മോസ് സിസ്റ്റം എന്നുള്ള അത്യാധുനിക സംവിധാനത്തോടു കൂടി കുടിവെള്ള സംവിധാനം നമ്മൾ എല്ലാ സ്കൂളിലും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഒരു പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിന്റെ ജനപ്രതിനിധി നിലയ്ക്ക് 5 വർഷം നീണ്ടുനിന്ന കാലയളവിൽ അവിടെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ശ്രീ പ്രശാന്ത് സംസാരിച്ചത്. ഒരു കൗതുകം എന്ന് പറയുന്നത് നമ്മുടെ UDF-ന്റെ പ്രതിനിധിയായിട്ടുള്ള പുരുഷോത്തമൻ മാഷും നിലവിൽ പഞ്ചായത്ത് അംഗമാണ്. താങ്കൾ ഈ വാദഗതികളെ, പ്രശാന്ത് ഉന്നയിച്ച വാദഗതികളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? പുറത്തൂർ പഞ്ചായത്തിലെ ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് താങ്കളോട് ചോദിക്കുന്നത്. പുറത്തൂർ പഞ്ചായത്തിൽ ഈ വികസന നേട്ടങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ശരിയാണോ? പുറത്തൂർ പഞ്ചായത്തിൽ ഇപ്പം ആരും ലൈഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും പറയുക, ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭകൾക്കുണ്ടായിരുന്ന അധികാരം കവർന്ന് കുടുംബശ്രീ മിഷനെ ഏൽപ്പിച്ചു. കുടുംബശ്രീ മിഷൻ തയ്യാറാക്കിയ ലിസ്റ്റ് അംഗീകരിച്ചു കൊടുക്കുക എന്നല്ലാതെ ഒരാളെ പോലും അഡീഷണൽ ആയിട്ട് ഗ്രാമസഭയ്ക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് പ്രശാന്തിനെ നിഷേധിക്കാൻ കഴിയില്ല. മിനിറ്റ്സുകൾ തെളിവാണ്. ഞാൻ ലൈഫ് മിഷനിൽ ഇവിടെ നമ്മുടെ മന്ത്രി രാജേഷ് വന്നിട്ട് പറഞ്ഞു 738 വീടുകൾ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചത് പുറത്തൂരിലാണ് എന്ന് പഞ്ചായത്ത് മന്ത്രി അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെടുത്ത് വ്യക്തമായ കണക്കുകൾ പഞ്ചായത്തിൽ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ എടുത്ത കണക്കാണ്. 738 വീടുകളാണ് എഗ്രിമെൻ്റ് വെച്ചത്. 738 വീടുകൾ. ആ 738 വീടുകളിൽ 400-ൽ താഴെ വീടുകൾക്ക് മാത്രമാണ് 31/3/2025 വരെയുള്ള സമയത്ത് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞത്. മുഴുവൻ വീടുകളുടെയും പണി പൂർത്തീകരിച്ച ആളുകൾക്ക് സർക്കാർ നൽകേണ്ട 1/20,000 ഇതുവരെയും കിട്ടാത്ത എത്രയോ കേസുകൾ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മറിച്ച് പുറത്തൂർ പഞ്ചായത്തിലെ UDF-ന്റെ ഭരണകാലത്ത് അവിടെ ഉണ്ടാക്കിയ വീടുകളുടെ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 1000 വീടുകൾ 1099 5 വർഷക്കാലയളവിൽ 5 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ, സംസ്ഥാനത്ത് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഇതിൽ മത്സ്യത്തൊഴിലാളി ഭവനങ്ങളുടെ കണക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് വേറെയുമുണ്ട്. ഇതാ രേഖ വേണമെങ്കിൽ കാണിച്ചോളൂ. പഞ്ചായത്തിൽ നിന്ന് VEO തന്ന രേഖയാണ് ഇത്. ഓരോന്നും പറഞ്ഞു തന്നത് രേഖ PMAY അല്ലേ? പക്ഷേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തന്ന രേഖയാണ്. പരിശോധിക്കാം നമുക്ക്. പിന്നെ ശ്മശാനം പുറത്തൂർ പഞ്ചായത്തിൽ 2010-15 കാലഘട്ടത്തിൽ ശ്മശാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അതിനുശേഷം യാതൊരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ 80 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ അവിടെ വെച്ചിരുന്നു. ഈ വർഷം ശ്മശാനത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ഒരു നയാ പൈസ അവിടെ ചെലവഴിച്ചിട്ടില്ല. നമ്മുടെ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. 1,25 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കക്കൂസുകൾ കഴിഞ്ഞ വർഷം ഒരു കക്കൂസ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വികസനത്തിൽ. പിന്നെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ചില നേട്ടങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ. അത് ഏത് പഞ്ചായത്തിലെ ഏത് കൊള്ളെഴുതാത്തം ഭരിച്ചാലും ഉണ്ടാകുന്ന ചില നേട്ടങ്ങളുണ്ട്. കാരണം ഫണ്ട് കിട്ടുമ്പോൾ എന്തെങ്കിലും പദ്ധതി വയ്ക്കണം. പക്ഷേ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നടന്നിട്ടില്ല. മുരുക്കുമാട് ദ്വീപ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കും എന്ന് പറഞ്ഞു. അതിനൊരു DPR ഉണ്ടാക്കി, ഒരു കൺസൾട്ടിങ് ഏജൻസി വെച്ച് ഒരു പ്രവർത്തനം നടന്നില്ല. അവിടെ സൈഡ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് NREGS സ്കീമിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു.
അതിൻ്റെ മുള അവിടെ കെട്ടിക്കിടക്കുന്നു. അതൊക്കെ മുളയൊക്കെ ദ്രവിച്ചു പോയി, ഇനി കത്തിക്കാനേ പറ്റൂ. കുറ്റി അവിടെ കിടക്കുക, പോയി കാണാവുന്നതാണ് മുരിക്കുമാട് ദ്വീപിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തൂർ പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ, അത് ഞാൻ അംഗീകരിക്കുന്നു. ഒരു 10 വർഷക്കാലം കൊണ്ട് ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം നടത്തി. തൊട്ടടുത്ത പഞ്ചായത്തുണ്ട് മംഗലം, അവിടെ 7 മാസം മുമ്പാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് 15 സെന്റ് ഭൂമി കൊടുത്തത് ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാൻ. 7 മാസം കൊണ്ട് കെട്ടിടം ഉണ്ടാക്കി 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ബഡ്സ് സ്കൂൾ എന്തായാലും അംഗീകരിച്ച വിഷയമാണ്. പ്രശാന്ത് നേരത്തെ ഉന്നയിച്ച 10 വർഷം കൊണ്ട് പുറത്തൂർ പഞ്ചായത്ത് നേടിയെടുത്തത് 7 മാസം കൊണ്ട് മംഗലം പഞ്ചായത്ത് ചെയ്തു. നമ്മൾ 48ാം സ്ഥാനത്താണ് പുറത്തൂർ പഞ്ചായത്ത് വികസന ഫണ്ട് ചെലവഴിക്കുന്നതിൽ. മംഗലം പഞ്ചായത്ത് വളരെ മുന്നിലാണ്. അവ തൊട്ടടുത്ത പല പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമ്മൾ ഈ വികസന കാര്യങ്ങളിലൊക്കെ വളരെ പിന്നിലാണ്. കുറ്റിപ്പുറം വാടക കൊടുക്കാൻ പൂട്ടിയതും പറയണ്ടേ? ഞാൻ ചോദിക്കുന്നത്, പ്രശാന്ത് നേരത്തെ ഏറ്റവും അധികം നേട്ടമായി ഉന്നയിച്ച ഒരു കാര്യമുള്ളത് അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് UDF നിലപാട്? വളരെ കുറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് പറയും. കുടിവെള്ളത്തിന് പുതിയൊരു പ്രോജക്റ്റ് ഈ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്നിട്ടില്ല. 2010-15 ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതിയാണ് സമഗ്ര കുടിവെള്ള പദ്ധതി. അത് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. ആദ്യമായി കേരളത്തിൽ ഗാർഹിക ഗുണഭോക്തൃ കണക്ഷൻ കൊടുത്ത ഒരൊറ്റ പഞ്ചായത്ത് പുറത്തൂരാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഞങ്ങളുടെ ഭരണസമിതി വന്നപ്പോൾ അവിടെ പെരുന്തല്ലൂർ ഒരു കിണർ കുഴിച്ചു, അവിടുന്ന് പമ്പിങ്ങിനുള്ള സംവിധാനം ഉണ്ടാക്കി, അവിടെ പ്രത്യേക പമ്പ് ഹൗസ് സ്ഥാപിച്ചു. കൂടാതെ കോർപ്പസ് ഫണ്ട്, പട്ടികജാതി വികസന വകുപ്പിലെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് പൊതുശ്മശാനത്തിനടുത്ത് പണിതു. കോറാട്ടിൽ ഒരു കുളമുണ്ടായിരുന്നു, അത് നവീകരിച്ച് കിണറാക്കി. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ പമ്പിങ് നടത്തി. 69 വീടുകൾക്ക്, ഹരിജൻ വീടുകൾക്കാണ് കേട്ടോ, പട്ടികജാതി വീടുകൾക്ക്, ഹരിജൻ എന്ന് പദം ഉപയോഗിക്കാൻ പാടില്ല, പട്ടികജാതി വീടുകളുടെ വീട്ടുമുറ്റത്ത് ഒരു വാട്ടർ ടാപ്പ് എന്ന പദ്ധതിയായിരുന്നു അത് പട്ടികജാതി വികസന വകുപ്പ് നമുക്ക് അനുവദിച്ചു തന്നതാണ്. അത് സൗജന്യമായി കൊടുക്കേണ്ടതാണ്. അവരുടെ മീറ്റർ വെച്ചിട്ട് പണം ഈടാക്കിയത് ഈ ഭരണസമിതിയാണ്. പഞ്ചായത്തിൻ്റെ ഒരു നയാ പൈസ അതിന് ചെലവഴിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും മാത്രം ചെലവഴിച്ച് പഞ്ചായത്തിൻ്റെ ഒരു കിണറുണ്ടാക്കി. ബാക്കി അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം യാതൊന്നും ചെയ്തിട്ടില്ല. സൗജന്യമായി കൊടുക്കേണ്ട കുടിവെള്ള പദ്ധതിക്ക് പണം ഈടാക്കി. എന്തായാലും മാഷയുടെ നിലപാട് അതിലും വ്യക്തമാണ്. നമ്മുടെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങളെ പ്രശാന്ത് സൂചിപ്പിച്ചു. ആ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പൊള്ളയായ അവകാശവാദങ്ങളാണെന്നാണ് നമ്മുടെ പുരുഷോത്തമ മാഷ് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സെഗ്മെന്റ് ആണ്. പ്രശാന്തിനോട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത്. ഈ നമ്മുടെ ഇപ്പോൾ നടത്തിയിട്ടുള്ള പുറത്തൂർ പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പ്രശാന്തിനോട്. പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാമീണ റോഡുകളാണ്. പുറത്തൂർ പഞ്ചായത്തിൽ ഒരു പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ള റോഡുകളുള്ളത് പുറത്തൂർ പഞ്ചായത്തിലാണ്. നമ്മൾ ആദ്യം അതിനെ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞപ്പോൾ നമ്മളത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു. പക്ഷേ ഫണ്ട് ഉണ്ടായിട്ട് പോലും 1,38,38,000 പിന്നെ അതിൽ ചെലവഴിക്കേണ്ട ഫണ്ട് MG ഗ്രാൻഡ് ഫണ്ട്, അതിൽ നിന്ന് 33,68,906 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 24%. ആളുകൾ, വിദ്യാർത്ഥികളും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ, സ്കൂളിൽ പോകുന്നതിനും കുട്ടികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ നടന്നു പോകാൻ പോലും പുറത്തൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. പുറത്തേക്കല്ല നമ്മൾ റഷ്യയിലേക്ക് നോക്കൂ, ചൈനയിലേക്ക് നോക്കൂ എന്നല്ല പറയുന്നത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഇത്രയും കാലത്തിനടക്ക് ഇത്രയും വലിയ ഫണ്ട് ഉണ്ടായിട്ട് പോലും അത് ഇവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഒന്ന് പിന്നെ വിഷയങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. അത് റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇപ്പോഴും ആളുകൾ പ്രയാസപ്പെടുന്ന റോഡ് ഉണ്ടെങ്കിൽ അത് പുറത്തൂർ പഞ്ചായത്തിൽ മാത്രമാണ്. ചളിവെള്ളം നിറഞ്ഞിട്ടുള്ള റോഡുകൾ, കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ സൈക്കിളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് നമ്മുടെ മറിമായത്തിലെ ആ ഒരു ഇതുപോലെ റോഡ് എവിടെ മക്കളെ, തോട് എവിടെ മക്കളെ എന്ന് പറയുന്ന ലാസ്റ്റ് വാക്യം നമ്മളിവിടെ പറയുന്നില്ല. അങ്ങനെ കുട്ടികൾ പറയാണ്, ചെറിയ സ്കൂൾ കുട്ടികൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തൂർ പഞ്ചായത്തിലെ റോഡുകൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ക്ലിയർ ആണ്. റോഡുകളുടെ, ഗ്രാമീണ റോഡുകളുടെ ദൈന്യത, കുറെ ഫണ്ട് ഈ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ അല്ലെങ്കിൽ അവിടെ ചെലവഴിക്കേണ്ട ഫണ്ട് ലാപ്സാക്കി എന്നുള്ളതാണ് ചോദ്യം. അടുത്തായിട്ട് പ്രശാന്തിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. പ്രശാന്തേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത്.
പുറത്തൂർ CHSE കുറിച്ച് പറഞ്ഞു. എൻ്റെ ഓർമ്മ വെച്ചിട്ട് CHSE ആയിട്ട് അപ്ഗ്രേഡേഷൻ നടന്നതിൻ്റെ ശേഷം രാത്രി പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്ത് പറഞ്ഞയക്കുന്ന രൂപത്തിലാണ് നിലവിലുള്ളത്. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ മരുന്ന് കൊടുക്കുന്ന ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ പ്രശാന്തിനടക്കം മംഗലം പഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ്, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും, അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ 9 വാർഡ് പുറത്തൂർ CHCയിൽ നിന്നാണ് വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. അതിൻ്റെ ഭയങ്കര ഘോരമായിട്ടുള്ള പ്രസംഗം കണ്ടു. പുറത്തൂർ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത്, കാരണം നമ്മളെ ബോർഡറാണ്, പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്തിൻ്റെ ബോർഡറാണ്. തൊട്ട മുന്നിലുള്ള ആൾക്കാർക്ക് പോലും മരുന്ന് കൊടുക്കാത്ത വിഷയമുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് DMOയിൽ പരാതിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്, മരുന്നിൻ്റെ ലഭ്യതയെക്കുറിച്ചിട്ട് എന്താണ് ധാരണ? അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയും. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്. ആ 2 കാര്യങ്ങളും കൃത്യമായിട്ട് മറുപടി പറയാം. ഒന്ന്, ഗ്രാമീണ റോഡുകളുടെ ഒരു പൊതുസ്ഥിതിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മാറി വന്ന കാലാവസ്ഥ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പുറത്തൂർ മാത്രമല്ല, മംഗലത്ത് ഞാൻ മംഗല പഞ്ചായത്ത് അത് പറയട്ടെ എല്ലാ കാലത്തും നമുക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ചിലവാക്കാൻ പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, മംഗലം ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഇതാണ്, ഷഹദ് പോണ വഴിയാണല്ലോ. കുഞ്ഞിട്ടിയാക്കാൻ്റെ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്താ? മംഗലം പഞ്ചായത്തിൻ്റെ റോഡാണ് ദീർഘമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തൂർ പഞ്ചായത്തിൻ്റെ റോഡുകളുടെ അവസ്ഥ ഇപ്പോൾ ടാറിങ് നടന്നു. എൻ്റെ വാർഡിൽ ഇപ്പോൾ 3 റോഡ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുക. അവിടെയുള്ള എല്ലാ റോഡും പടിഞ്ഞാറേക്കരയിൽ മുഴുവൻ. അതേമാതിരി നമ്മുടെ പിന്നെ പുറത്തൂർ ടാറിങ് പ്രവൃത്തിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് ലാപ്സാക്കി എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ആ ഫണ്ട് തന്നെയാണ് ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് രേഖ അവിടെ നിൽക്കട്ടെ. അത് ശരി, അതെ, നിങ്ങൾ പറയാം 20 വർക്ക് ചെയ്യാതെ ജലീലിന് അറിയോ? വർക്ക് ചെയ്യാതെ പൈസ കൊടുക്കാൻ വേണ്ടി കഴിയോ? വർക്ക് ഇപ്പോഴേ ചെയ്യണുള്ളൂ. സമയത്ത് അതാണ് പറയുന്നത്. ഇവിടെ മാത്രമല്ലാന്ന്, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഭരിക്കാൻ കാലാവസ്ഥയെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. റോഡ് നല്ല രീതിയിൽ അത് ജനങ്ങളോട് നന്നായിട്ട് വിശദീകരിക്കാൻ വേണ്ടി കഴിയും. ഇന്നലെ ചോദ്യം ചോദിച്ചാലാണ് മറുപടി പറയാൻ കൂടി കേൾക്കണം, സഹിഷ്ണുത കാണിക്കണം. നിങ്ങളൊരു ഉയർന്ന, ഞങ്ങൾ കണക്കാക്കുന്നത് ഒരു ഉയർന്ന നേതാവെന്നുള്ളിരിക്കാം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നത് കേൾക്കണം. ഇപ്പോ സ്പിൽ ഓവർ ആയി വെച്ച വർക്കുകളൊക്കെ നിങ്ങൾ ആ സമയത്ത് ചോദിച്ചപ്പോ ആ സമയത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടേ കിട്ടുള്ളൂ. ഇന്നത്തെ അപ്ഡേഷൻ അന്ന് കിട്ടുമോ? കിട്ടൂലല്ലോ. വർക്ക് ഇപ്പോഴാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് കൊടുക്കാൻ കഴിയുള്ളൂ. എല്ലാ റോഡുകളും, ഗ്രാമീണ റോഡുകൾ നമ്മൾ പുനരുദ്ധരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബസ് സ്റ്റാൻഡ് കളർ റോഡ് 4 കോടി രൂപയുടെ വർക്കാണ് അവിടെ നടക്കുന്നത്, അല്ലേ? പിന്നെ PWD, അതെ, PWD റോഡാണോ അത്? ഏതാ റോഡ്? ജില്ലാ പഞ്ചായത്തിന്റെ അല്ല, ജില്ലാ പഞ്ചായത്തിന് 50 ലക്ഷം, ബാക്കി ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലേ? അതെന്താ പറയാത്തത്? വെളിച്ചെണ്ണപ്പറമ്പ് റോഡ് 10-12 വലിയ മേജർ റോഡുകൾ, വിവിധ വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡുകൾ നന്നാക്കാൻ വേണ്ടി പോവാണ്. വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടി അങ്ങനെയാണ് പറഞ്ഞു പോരുത്. വലിക്കുന്ന ആ സമയത്ത് അഥവാ ടാറിട്ട റോഡുകൾ ഈ സമയത്ത് നമ്മുടെ പഞ്ചായത്തിൽ കോൺക്രീറ്റ് റോഡുകൾ വന്നത് UDF വെച്ച സമയത്താണ്. ക്ലിയർ ആണ്. ഒന്നുകൂടി ഇനി ഒരു പ്രശാന്ത് മറുപടി പറയാനുള്ള സമയം കൊടുക്കണം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ശബ്ദം വെക്കാതാണെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയും. പ്രശാന്തിന് മറുപടി പറയാനുള്ള സമയം കൊടുക്കണം. പ്രശാന്ത് പറയും. പുറത്തൂരിലെ ജനങ്ങള് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പൂർത്തീകരിക്കും. പിന്നെ ഗ്രാമീണ റോഡുകൾ നാഷണൽ ഹൈവേ പോലെ ഒന്നും ഗ്യാരണ്ടി ആയിട്ട് നിൽക്കൂല. ഇപ്പോ നിങ്ങൾ വലിയ രീതിയിലേക്ക് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഒരു റോഡ് ടാർ ചെയ്യിച്ചല്ലോ. ടാർ ചെയ്തിട്ട് വന്നപ്പോഴത്തേന് അത് കേടുവരുന്ന സ്ഥിതി വന്നില്ല. ഇനിയിപ്പോൾ അത് വീണ്ടും ചെയ്യണ്ടേ?
ആ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഗ്രാമീണ റോഡുകളെ പറ്റി വേറെ ഒരു കാര്യം പറയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഒരു തർക്കവുമില്ല. ഈ ജൽജീവൻ മിഷന്റെ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഓഫീസിൽ വരിക, ഗ്രാമീണ റോഡുകൾ കീറി പൊളിക്കും ഈ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. ഗ്രാമീണ റോഡുകൾ കീറി പൊളിക്കുന്നതിനാ 10-40 വർഷം ഭാവി മുൻകൂട്ടി കണ്ട് അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജൽജീവൻ മിഷന്റെ വലിയ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പൈപ്പ് ലൈൻ ഇട്ട് കീറുമ്പോൾ റോഡ് കീറി പൊളിക്കേണ്ടി വരും. ആ കീറി പൊളിച്ചത് ഒരു സ്വാഭാവികമായിട്ട് റീസ്റ്റോറേഷൻ പീരീഡ് 6 മാസമാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധം വരും. ഈ പ്രതിഷേധത്തെ നമുക്ക് ഗ്രാമസഭ വിളിച്ച് അവിടെ പറയണം, അവരുടെ ഒരു കൺസെന്റ് വേണം. ഞങ്ങൾ എല്ലാവരും കൂടി ഇത് തീരുമാനിച്ചതല്ലേ, യുനാനിമസ് ആയി തീരുമാനിച്ചതല്ലേ ഗ്രാമീണ റോഡ് പൊളിക്കട്ടെ, കുടിവെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന വസ്തുത ഒക്കെ ശരിയാണെന്ന് കരുതുക, എന്തേ തെരഞ്ഞെടുപ്പ് കാലത്ത് അടുപ്പിച്ചല്ലാതെ ഒരു അജിറ്റേഷൻ പഞ്ചായത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അജിറ്റേഷൻ വെറുതെ പറയാനല്ല, വെറുതെ ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ടേ? ഈ തെരഞ്ഞെടുപ്പിന്റെ മൂട്ടിലാണ് നിങ്ങൾക്ക് അജിറ്റേഷൻ വരാൻ വേണ്ടി പാർട്ടി, അത് തെരഞ്ഞെടുപ്പാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പ്രശാന്ത്, ആ വിഷയത്തിൽ പ്രശാന്തിന്റെ നിലപാട് നമ്മുടെ പ്രശാന്ത് 6 മാസമല്ലേ? അതെ, ആയിക്കോട്ടെ. 6 മാസമല്ല, 5 വർഷമായി പഞ്ചായത്ത്. അതിനകത്ത് ഒരു കാര്യം അല്ല, ഇതിനകത്ത് പ്രശാന്ത് പറഞ്ഞു വെച്ച നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമീണ റോഡുകളിൽ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു മിനിറ്റ്, ഈ ജലജീവൻ മിഷന്റെ വർക്കുമായി ബന്ധപ്പെട്ട് റോഡുകൾ പൊളിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രശാന്ത് വാദഗതിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ആ വിഷയത്തിൽ നിന്ന് അടുത്തേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ആരോഗ്യ മേഖലയെ ആരോഗ്യ മേഖലയില് ഞാൻ എങ്ങനെ ഈ കണക്ക് കിട്ടണത്? നമ്മൾ ഭൂമി എന്നുള്ളൊരു പിന്നെ വായു എന്നുള്ളൊരു കണക്കല്ല, കൃത്യമായിട്ടുള്ള ഡാറ്റയാണ്. നമ്മുടെ പഞ്ചായത്ത് വയ്ക്കുന്ന പൈസ എത്രയാണ്? മംഗലം പഞ്ചായത്ത് വയ്ക്കുന്ന പൈസ, ഞാൻ മംഗലം പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടി പറഞ്ഞില്ല. 3 വാർഡുകൾ മാത്രമാണ് എവിടെ നിന്നുള്ളത്. വാടിക്കൽ ആശുപത്രിയിൽ നിന്ന് മരുന്ന് കൊടുക്കേണ്ടി വരും. അവിടെ തന്നെ കൊടുക്കൂല. ആ സമയത്ത് ഫലപ്രദമായിട്ട് നമ്മുടെ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് ഇടപെടും. കുഞ്ഞുട്ടിയാക്കാൻ ഞാൻ നിരന്തരം വിളിക്കും. അപ്പോഴാണ് 9 വാർഡിൽ ഞങ്ങൾ മരുന്ന് കൊടുക്കൽ നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ പറയുമ്പോഴാണ് കൊടുക്കുന്നത്. ഈ ഇത് പറയുന്നത് ചിലപ്പോൾ ആ സമയത്തുള്ള പ്രശ്നമാവും. ഞങ്ങള് കോവിഡിന് മരുന്ന് കൊടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോവിഡിന് മരുന്ന് കൊടുക്കുന്നത് മംഗലം പഞ്ചായത്ത്. അവർക്കൊരു സംവിധാനം പിന്നെ എങ്ങനെ മംഗലം പഞ്ചായത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്? അപ്പൊ തൊട്ടടുത്താണ് CHC, ഓൺലൈൻ ബുക്കിങ്ങും അത് അവിടുത്തെ ആളുകളൊക്കെ ഒരു ബുക്കിംഗ് ഒക്കെ നടത്തി അങ്ങനെ ആ രീതിയിലേക്ക് സംവിധാനം ഉണ്ടാക്കുക. അപ്പൊ നോക്കുമ്പോൾ വിതരണം ചെയ്തതിന് പകുതിയിലധികം മംഗലം പഞ്ചായത്തിലെ ആളുകൾക്കാണ്. പുറത്തൂരിന്റെ റേറ്റ് കൂടുതലില്ല. പരിശോധന നടത്തിയപ്പോഴാണ് ഈ രീതിക്ക് വരുന്നത്. അതേമാതിരി തന്നെയാണ് പുറത്തൂർ പഞ്ചായത്തിന് വരുന്നത്. അവിടുത്തെ ഫാർമസിസ്റ്റ് ആണല്ലോ, പുറത്തൂർ പഞ്ചായത്തിലെ ഫാർമസിസ്റ്റാണ് കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് തരുന്നത്. അവിടേക്ക് ലാപ്സ് ആക്കി മരുന്നിന് വെച്ച പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ മംഗലം പഞ്ചായത്തിന്റെ അവസ്ഥ നമുക്ക് അറിയണതല്ലേ. അത്ര വേണ്ട, ഇഷ്ടം പോലെ മരുന്ന്. എവിടെ ഓഡികൾ കുറെ കാലമായി ഓഡിറ്റ് റിപ്പോർട്ട് ചെറിയ ന്യൂനതകൾ കാണിക്കും. അത് എല്ലാ കാലത്തും ഉണ്ടാവും. അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന ഓഡിറ്റ്. ആയിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഒരു ബ്ലോക്കിനകത്ത് ഒരു CHCA ഉണ്ടാവുള്ളൂ. അത് മദർ CHC തന്നെ വെട്ടത്താണ്. ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന സാങ്കേതിക പ്രശ്നം. ഒരു മിനിറ്റ്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജനങ്ങളെ പറ്റി ഒരു കാര്യം, നിങ്ങൾ എന്തിനാ ഊറ്റം കൊള്ളുന്നതിനാ? ആരോഗ്യം നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് എന്തെങ്കിലും സ്ഥിതി എനിക്കറിയാം. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ഭരിക്കുമ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു? ആ സ്ഥിതിയാണോ ഇപ്പോ? വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഭരിക്കുമ്പോഴുള്ള സ്ഥിതി എന്താ? അതാണോ ഇപ്പോ? അല്ലല്ലോ, മാറിയില്ലേ? ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ജനങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഒരു മിനിറ്റ് പ്രശാന്ത്, നമ്മുടെ ആരോഗ്യ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിനിധിയുണ്ട് നമുക്ക്. ഓക്കെ നമുക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രശാന്ത്. അപ്പൊ ജില്ലാ ആശുപത്രി നടത്തുന്ന ശിയാബിതങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അങ്ങനെ ഒരു തകർക്കലും ഉണ്ടാവില്ല. പഴയകാല ഓർമ്മകൾ തേട്ടി വരുന്നോണ്ടാണ്. മനസ്സിലായില്ലേ?
യഥേഷ്ടം മരുന്നുള്ളത് ആരോഗ്യവകുപ്പിന് പരാജയമാണോ? ഈ 64 ടെസ്റ്റ് നടത്തുന്ന ആരോഗ്യവകുപ്പിന് പരാജയമാണോ? നിങ്ങൾ പറയും. എല്ലാ സബ് സെന്ററിലും പിന്നെ 14 ടെസ്റ്റ് ഫ്രീ ആയി നടന്ന ആരോഗ്യവകുപ്പിന് പരാജയമാണോ? പറയേ. നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ പ്രാദേശികമായ ഒരു നമ്മുടെ പ്രാദേശികമായ ഒരു ഭരണകൂടത്തിന്റെ ചർച്ചകളാണ്, അതിന്റെ മികവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അത് വഴിതെറ്റാതെ നോക്കണം. നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ ചർച്ച ചെയ്തപ്പോൾ തിരിച്ചു വന്നതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ ഒരു ആദ്യ സെഗ്മെന്റിൽ നമ്മുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലായി. വികാരങ്ങളാണ് മനസ്സിലായി. നമ്മുടെ പുരുഷോത്തമ മാഷ് കുറെ നേരമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളെ പലതും നമ്മുടെ കയ്യിലുണ്ട്, അത് പുറത്തുവിടുന്നില്ല. നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടുകളെ അവിടെ വെച്ചോളി. ഒരു മിനിറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളരെ നേരമായി നമ്മുടെ പുരുഷോത്തമ മാഷ് കാത്തു നിൽക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ആണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷോട് ചോദിക്കാം. മാഷ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഒരു വികസനവും 5 വർഷമായി നടന്നിട്ടില്ല എന്നാണ്. മാഷോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. 5 വർഷമായിട്ട് ഈ ഭരണസമിതി ഇവിടെ തന്നെ ഉണ്ട്. 10 വർഷമായിട്ട് ഈ ഭരണസമിതി ഇവിടെ തന്നെ ഉണ്ട്. 5 വർഷമായിട്ട് നിങ്ങളിപ്പോൾ 6 മാസം മുന്നേ ഒരു സമരം നടത്തിയൊരു കാര്യം ഇവിടെ പറഞ്ഞ് കാര്യം പറഞ്ഞ് 5 വർഷമായിട്ട് നിങ്ങൾക്ക് ആദ്യം മുതലേ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഇത് ഈ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് ഈ ഒരു 6-7 മാസത്തിനുള്ളിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് ഏത് രീതിയിലാണ് ഭരണസമിതിയെ മാറ്റിമറിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. അതേപോലെയൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ആ പഞ്ചായത്തിൽ തന്നെ ഒരു +2 വരെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ച സ്കൂളുകൾ മാറി തുടങ്ങിയത് ഞാൻ ആ കാലയളവിൽ ജീവിച്ചൊരു കുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ച സ്കൂളുകൾ മാറി തുടങ്ങിയത് ഈ ഒരു 10 വർഷത്തിന്റെ ഉള്ളിലാണ്. പുറത്തൊരു UP സ്കൂൾ ആയിക്കോട്ടെ, പുറത്തൊരു ഹൈസ്കൂൾ ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള വലിയ വികസന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ഈ 10 വർഷത്തിന്റെ കാലയളവിലാണ്. അവിടെയുള്ള ക്ലാസ്സുകളിൽ പ്രൊജക്ടറുകൾ വന്നതും കൃത്യമായിട്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരു സോഷ്യൽ മീഡിയ രീതിയിലുള്ള പഠനത്തിലേക്ക് കടന്നു. ആ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ അവിടെ നടന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്നത് ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു ആ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. ഓടിട്ട കെട്ടിടങ്ങൾ, വൃത്തിയില്ലാത്ത അന്തരീക്ഷങ്ങളായിരുന്നു ഞാൻ പഠിച്ച 10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാലയളവിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി തുടങ്ങിയത് ഈ ഭരണസമിതിയുടെ കാലയളവിലാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും? മാഷോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 5 വർഷം അതിന്റെ അവസാന കാലയളവിലാണ് നമ്മുടെ സമരങ്ങളൊക്കെ ഉയർന്നു വന്നതെന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതെന്നും അത്രയും കാലയളവ് എവിടെയായിരുന്നു മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്? അതാണ് ചോദ്യകർത്താവിന്റെ വാദം. 5 വർഷക്കാലമായിട്ട് ഞങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്, ധർണ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ മാത്രം ഇരുന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അതിൽ സാക്ഷിയാണല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് കണക്കായി പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരാവകാശ രേഖയൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് 80 ലക്ഷം രൂപ ശ്മശാനത്തിന് നീക്കി വെച്ചത് ചെലവഴിച്ചില്ല? ഉത്തരവുണ്ടോ? അല്ല, കുട്ടിയോടല്ല ഉത്തരവുണ്ടോ? ഇല്ല. ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോ മറ്റേ ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ട്. മാലിന്യം ശുചിത്വവുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. അല്ലാതെ തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. ആ ഫണ്ടാണ് 80 ലക്ഷം രൂപ ചെലവഴിക്കാതെ കിടന്നത്. എന്തുകൊണ്ട് അത് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല? പിന്നെ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ പറയുമ്പോൾ പുറത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ കൊണ്ടുവന്നത് UDF ആണ്. പുറത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ
+2 കോഴ്സ് കൊണ്ടുവന്നത് UDF ആണ്. അഡീഷണൽ +2 ബാച്ച് അനുവദിച്ചത് UDF ആണ്. ആദ്യമായി ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഉണ്ടാക്കിയത് UDF ആണ്. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ചെയ്യും. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പുറത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂള്. നിലവിൽ 5 വർഷ കാലയളവിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി നടന്നിട്ടുള്ള വികസനത്തിന്റെ തുടർച്ചയെന്നാണ് മാഷ് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഇനിയുള്ള അവസാന സെഗ്മെന്റ് ആണ്. നമ്മളൊരു തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജനകീയ സർക്കാരുകളാണ്. ജനകീയാസൂത്രണവും അതുപോലെ തന്നെ മറ്റു പദ്ധതികളും വന്നതോടുകൂടി നാട്ടിലെ താഴെത്തട്ടിലേക്ക് പണമൊഴുകി. സ്വാഭാവികമായിട്ടും ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ അവിടുത്തെ ഗ്രാമസഭകളിൽ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സ്ഥിതി വന്നു. പ്രാദേശിക ഭരണകൂടങ്ങളായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും മാറി. ആ നിലയ്ക്ക് ഇനി തെരഞ്ഞെടുപ്പ് വരും. നമ്മളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പോരാടും. അവസാനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം പകർന്നു നൽകേണ്ടത്. ആ നിലയ്ക്ക് വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ പ്രശാന്ത്, താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പരിഗണനകൾ എന്തായിരിക്കും, പ്രഥമ പരിഗണനകൾ എന്തായിരിക്കുമെന്ന് കുറഞ്ഞ വാക്കിൽ ഒന്ന് പറയൂ. നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾ പ്ലാൻ ഫണ്ടിനെ ആശ്രയിച്ചാണ്. പിന്നെ തനത് വരുമാനം വർദ്ധിപ്പിച്ചല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് പഞ്ചായത്ത് പ്രധാനമായിട്ടും പഞ്ചായത്തല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത ടേമിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലേക്ക് തനത് വരുമാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിസം സെക്ടർ എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന ശിലയും ഈ പോകുന്ന ഭരണസമിതി പാകിയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അത് ആ രീതിയിലേക്ക് പോകും. മറ്റൊന്ന്, തൊഴിൽ മേഖലയിൽ ഇപ്പോൾ തൊഴിൽമേള നമ്മുടെ പഞ്ചായത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ PSC റെക്കോർഡ് നിയമനം നടത്തുന്നുണ്ട്, ശരി. പക്ഷെ PSC കൊണ്ട് മാത്രം നമുക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അസാപ്പ് പോലുള്ള ഈ നൈപുണ്യ പരിശീലനങ്ങളൊക്കെ ആ സെന്ററുകളൊക്കെ ഉപയോഗിച്ച് തൊഴിൽ ലഭ്യത അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്ത് അവർ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുക. എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ ഉണ്ടാകുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ പ്രഥമ പരിഗണനയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഒരു ഐറ്റം. അതേപോലെ തന്നെ പ്രകടന പത്രിക ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അതിന് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ളേക്ക് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതേപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ ഈ പറയുന്ന അവസ്ഥ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കുറ്റമുണ്ടോ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനൊരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ അംഗീകരിക്കണ്ടേ. ബോർഡിനകത്ത് നമ്മൾ ഈ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും പുറത്തിറങ്ങിയ വേറെ രീതിക്ക് പറയുന്നതും ശരിയല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ആയി. അപ്പോൾ ഗ്രാമീണ റോഡുകളെ പുനരുദ്ധാരണം നമ്മൾ നടപ്പിലാക്കും, ഒരു പ്രശ്നവുമില്ല. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് സംസ്ഥാനത്ത് തന്നെ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ അവസ്ഥ. ജില്ലയിൽ 1-ാം സ്ഥാനത്തായി തുടരുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ വളരെ വലുതാണ്. മാഷക്കൊക്കെ അറിയാം. മാഷ് ഇപ്പോൾ പറയാത്ത നോക്കണ്ട. മാഷൊക്കെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നന്നായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആ രീതിയിലേക്ക് നിൽക്കുക. ആ രീതിയിലേക്ക് ഒരു സ്റ്റെപ്പ് പോകാൻ വേണ്ടി കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കൂട്ടായ്മയോടുകൂടി പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ആരോഗ്യരംഗത്ത്
നമ്മൾ ആരോഗ്യമുള്ള തലമുറയാണ്, പിന്നെ ആയുർദൈർഘ്യമുണ്ട്, പക്ഷേ ആരോഗ്യമില്ല, അത് പൊള്ളയാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്ന എല്ലാ വീട്ടിലും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. അപ്പോൾ അതിന് കരുതൽ എന്നുള്ളതിലേക്ക് പിന്നെ ആരോഗ്യരംഗത്ത് സമഗ്രമായ ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് പരിശോധിച്ച് ഒരു കാറ്റഗറൈസ് ചെയ്ത് ഓരോരുത്തരെയും ഓരോ രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്തത് സ്ക്രീൻ ചെയ്ത് അതിനു വേണ്ടിയുള്ള സംവിധാനം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അത് തുടർച്ചയുണ്ടാവും. അത് മാത്രമല്ല, ഈ മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിംഗ് സെന്ററുകൾ, യോഗാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ക്ലസ്റ്ററുകൾ തിരിച്ച് അവിടെ രാവിലെയും വൈകുന്നേരവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളെ കുറച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളേക്ക് പിന്നെ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഡോക്ടർമാർ, അതേപോലെ ജനപ്രതിനിധികൾ നേതൃത്വം നൽകണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി എല്ലാ ആളുകൾക്കും പിന്നെ ആരോഗ്യവും അതേപോലെ തന്നെ തൊഴിലും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് നല്ല രീതിയിലേക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വരുമാന വർധനവ് ഉണ്ടാക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും. യുവാക്കളുടെ കളിസ്ഥലങ്ങൾ, ഇപ്പം കാട്ടിലപ്പള്ളി പ്രദേശത്ത് കളിസ്ഥലത്തിന് വേണ്ടി 50 ലക്ഷം രൂപ ചിലവാക്കി നമ്മൾ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ആ ഭൂമിയിൽ ഒരു സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. മിനി സ്റ്റേഡിയം പിന്നെ അവിടെ മുനമ്പത്തുണ്ട്, 12ാം വാർഡിലാണ്. അവിടെ ആ മിനി സ്റ്റേഡിയം നല്ല രീതിയിലേക്ക് പിന്നെ സംവിധാനം ഉണ്ടാക്കി ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവിടെയും ഈ യുവാക്കളെ, ഈ ലഹരിയിലേക്ക് പോകുന്ന യുവാക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യും. CHS നമ്പർ സ്റ്റേഡിയം ഉണ്ട്. ആ നമ്പറും നമ്മൾ ഇതേമാതിരി 3-4 പ്രദേശത്തെ ക്ലസ്റ്ററാക്കി തിരിച്ചുകൊണ്ട് സ്റ്റേഡിയത്തെ പിന്നെ ക്ലസ്റ്ററായി തിരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ആരോഗ്യ കാര്യങ്ങളും ഈ സ്പോർട്സും ഒക്കെ ചെയ്യാണ്. അങ്ങനെ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സ്പോർട്സ് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു സബ്മിറ്റിലേക്ക് കൊടുത്ത പ്രപ്പോസലുകളാണ്. അത് മന്ത്രി തന്നെ നമുക്ക് അനുഭവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളതിലേക്ക് പറഞ്ഞത്. പടിഞ്ഞാറക്കര UP സ്കൂൾ ഗ്രൗണ്ട് MLA-യുടെ 1.10 1,10,00,000 രൂപ ചിലവാക്കിക്കൊണ്ടുള്ള അതിന് ഭരണാനുമതി ആയിട്ടുണ്ട്, നടപടികളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യുവാക്കളെയും എല്ലാ ആളുകളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. പെൻഷൻ 1459 പെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 4598 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കളുടെ പ്രസ്ഥാനം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വീണ്ടും വരുന്ന കാലയളവിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് താങ്കൾ വിശദീകരിച്ചത്. ഇതേപോലെ തന്നെ നീണ്ട കാലയളവിൽ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് UDF അധികാരത്തിൽ വന്നത്. ആ ഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് നേരത്തെ നമ്മുടെ UDF-ന്റെ പ്രതിനിധിയായ പുരുഷോത്തമൻ മാസ്റ്റർ നമ്മളോട് സൂചിപ്പിച്ചത്. അദ്ദേഹം ഇനി വരുന്ന 5 വർഷം വീണ്ടും UDF അധികാരത്തിൽ വന്നാൽ എന്താണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണി പുറത്തൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് വിശദീകരിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒന്നാമതായി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ജലം വിതരണം ചെയ്യുന്ന സമ്പ്രദായം മാറ്റി ആഴ്ചയിൽ 2 ദിനമെങ്കിലും വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതിനാവശ്യമായ ജലസ്രോതസ് ഞങ്ങൾ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. റോഡുകൾ അത് സമയാസമയങ്ങളിൽ ഒരു നയാ പൈസ പോലും ലാപ്സാക്കാതെ റിപ്പയർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. പ്രൈമറി സ്കൂളുകളുടെ സൗകര്യങ്ങൾ ഇനിയും ഒരുപാട് വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ആദ്യമായിട്ട് പുറത്തൂർ പഞ്ചായത്തിലെ ഗവൺമെൻറ് LP സ്കൂൾ GWLP സ്കൂൾ പട്ടികജാതിക്കാർ കൂടുതൽ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ 10 കമ്പ്യൂട്ടർ ഒരൊറ്റ പദ്ധതിയിൽ കൊടുത്ത ഭരണസമിതിയാണ് ഞങ്ങളുടേത്. ആകെ 100-ൽ താഴെ കുട്ടികളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 10 ആൾക്കൊരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ നൽകിയതാണ്. അതേപോലുള്ള സംവിധാനം തുടർന്നും ഞങ്ങൾ ഉപയോഗിക്കും. പട്ടികജാതി വികസന ഫണ്ടൊക്കെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും. CH സ്റ്റേഡിയം 3 ഏക്കർ 16 സെൻറ്റ് സ്ഥലമാണ്. UDF-ന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഞങ്ങൾ കൈവശപ്പെടുത്തിയതാണ് പുറത്തൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട്. ആ 3 ഏക്കർ 16 സെൻറ്റ് സ്ഥലം സർക്കാർ ഓരോ ഗ്രാമങ്ങളിലും ഒരു സ്റ്റേഡിയം എന്ന രീതിയിൽ കൊടുക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും
ഈ കാലയളവിൽ അത് ചെയ്യാൻ കഴിയാത്തത് 3 ഏക്കർ 16 സെൻറ്റുള്ള ഒരു ഭൂപ്രദേശം സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത ആ വീഴ്ച ഞങ്ങൾ പരിഹരിക്കും. അവിടെ നല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടി എല്ലാ ഏജൻസികളുടെയും സഹായത്തോടു കൂടി അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ ആ സ്റ്റേഡിയം ആധുനികവൽക്കരിക്കും. ഇപ്പോൾ നവീകരിച്ച കെ കരുണാകരൻ സ്റ്റേഡിയം പുറത്തൂർ ബസ് സ്റ്റാൻഡിലേത് ആ സ്റ്റേഡിയം ഇപ്പോൾ വെള്ളക്കെട്ടാണ്. അവിടെ 2 ഗോൾ പോസ്റ്റ് പോലും അവിടെ ആ പദ്ധതിയിൽ ചെയ്തില്ല. സ്റ്റേഡിയം കുറച്ചുകൊണ്ട് നവീകരിച്ചു. 2 നമ്മൾ ഫുട്ബോൾ കളിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പരിപൂർണമതയോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കും. പാതി വഴിയിൽ ഇട്ട് ഉപേക്ഷിച്ച് പോകുന്ന സംവിധാനം ഞങ്ങൾ ചെയ്യില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് ശേഷം പുതിയ ഭവന പദ്ധതി വരികയാണെങ്കിൽ, ഇപ്പോൾ അതിൽ ലിസ്റ്റിലുള്ളവർക്കെ കൊടുക്കാൻ കഴിയൂ, വരികയാണെങ്കിൽ പരിപൂർണമായും ഭവന പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. എല്ലാവരെയും ഭവനരഹിതരായ മുഴുവൻ പേരെയും ഭവനമുള്ളവരാക്കി മാറ്റാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ കുളങ്ങളുണ്ട്, ഗ്രാമീണ മേഖലയിലുള്ള കുളങ്ങൾ, അതൊക്കെ വലിയ ജലസ്രോതസ്സുകളാണ്. അത് നവീകരിക്കും. VCBകളുണ്ട്, ഉപ്പുവെള്ളം കയറി ഇപ്പം നമ്മുടെ പ്രദേശങ്ങൾക്ക് നശിക്കുകയാണ്. തിരൂർ പൊന്നാനിപ്പുഴയിൽ നിന്ന് തോടുകളിലൂടെ ഉപ്പുവെള്ളം കിഴക്കൻ മേഖലയിലേക്ക് കയറി അവിടുത്തെ കുടിവെള്ളം പോലും ഉപ്പ് രസമുള്ളതാക്കി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ശാശ്വതമായ ശാസ്ത്രീയമായ സംവിധാനത്തോടു കൂടി അത് പുതുക്കി പണിയാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അത് ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. 2016 തോന്നുന്നു നമ്മുടെ മന്ത്രി KT ജലീൽ അവിടുത്തെ പ്രതിനിധി കൂടിയാണല്ലോ, അദ്ദേഹം ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ കുറേ ആശയങ്ങൾ വന്നു. നല്ലൊരു നിവേദനം തയ്യാറാക്കി അയക്കണം, ഞാൻ രാത്രികാലങ്ങളിൽ OPയും കിടത്തി ചികിത്സയും ലഭ്യമാക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നിവേദനമൊക്കെ തയ്യാറാക്കി അന്ന് അടുത്ത ദിവസം തന്നെ അവിടെ എത്തിച്ചെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും. ഒരു തദ്ദേശ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിപൂർണമായി അക്കാര്യത്തിലും നിർവഹിക്കും എന്ന് പറയും. നമ്മുടെ 2 കൂട്ടരും അവരവരുടെ വാദഗതികൾ വരാൻ പോകുന്ന നാളുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, ഒരു ഭാവനാപൂർണമായ അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു നാടിൻ്റെ നാഡീമിടിപ്പാണ്. ആ നിലയ്ക്ക് നമ്മുടെ നാടിൻ്റെ സ്വപ്നങ്ങളാണ്, ചെറുപ്പക്കാരുടെ, പ്രായമായവരുടെ, ആബാലവൃദ്ധം ജനങ്ങളുടെയും പ്രതീക്ഷകളാണ്. ആ നിലയ്ക്ക് പ്രതീക്ഷകൾക്കൊത്തുയരാൻ, ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകാൻ ഈ മുന്നണികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് കഴിയുന്ന തരത്തിലാകട്ടെ ഇത്തരം സംവാദങ്ങളുടെ അർത്ഥപൂർണിമ എന്ന് ആശിക്കുകയാണ്. വെട്ടൻ ടെലിവിഷൻ ഒരുക്കിയ ജപ്പാൻ സ്ക്വയർ, ഗ്രേസ് റെസിഡൻസി, ജനാധിപത്യം പുറത്തൂർ പഞ്ചായത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭമതികൾക്ക് നന്ദി, നമസ്കാരം.